കോൺഗ്രസിനും CPM-നും BJP-ക്കും ഒറ്റയ്ക്ക് ഭരണം നേടാൻ സാധിക്കാത്തത്? ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെക്കാട്ടിലും വലിയൊരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടോ? കേരളത്തിൽ ആകമാനമുള്ള കേരളത്തിൽ എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും വരെ ഈ മൂന്ന് പാർട്ടികളുണ്ട്. പക്ഷെങ്കിൽ ഇവരൊക്കെ ഒറ്റയ്ക്ക് നിന്നാൽ ഭരണം നേടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇവര് ഇലക്ഷനുകളിൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് ഒരു മുന്നണിയായിട്ടാണ്. UDF മുന്നണിയായിട്ട് കോൺഗ്രസ് മത്സരിക്കുന്നു, LDF മുന്നണിയായിട്ട് CPIM മത്സരിക്കുന്നു, NDA മുന്നണിയായിട്ട് BJP മത്സരിക്കുന്നു. ഈ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ ഇതുപോലെ ഓരോ മുന്നണിയുടെ ഭാഗങ്ങളാണ്. ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇവർക്ക് കേരളത്തിൽ ഭരണം നേടാൻ സാധിക്കത്തുള്ളൂ എന്ന ഒരു നഗ്നമായ സത്യം നിലനിൽക്കെ കേരളത്തിലെ കുറച്ച് മെത്രാന്മാരും അവരുടെ ശിങ്കിടികളും കൂടെ കൂടിച്ചേർന്നുകൊണ്ട് എന്തിനാണ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തുടങ്ങുന്നത്? അത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കേരളത്തിൽ ഭരണം നേടാൻ സാധിക്കുമോ? ഇവർക്ക് കേരളത്തിൽ പ്രതിപക്ഷമാകാൻ സാധിക്കുമോ? ഇവർക്ക് ഒരു MLA എങ്കിലും ഉണ്ടാവുമോ? ഒരു പഞ്ചായത്ത് മെമ്പർ എങ്കിലും ഇവർക്ക് ഉണ്ടാകുമോ? ഒറ്റയ്ക്ക് ഒന്നും സാധിക്കത്തില്ല.